സമകാലികം. മനുഷ്യനും രോഗങ്ങളും തമ്മിലുള്ള നിരന്തരവും ഘോരവുമായ യുദ്ധങ്ങൾക്ക് മനുഷ്യനോളം തന്നെ പഴക്കമുണ്ട്. പതിനായിരങ്ങളെ കൊന്നൊടുക്കിയ വസൂരിയും പ്ലേഗും മുതൽ കോവിഡ് വരെ എത്തി നിൽക്കുന്ന അനേകം പകർച്ചവ്യാധികൾ കാലാകാലങ്ങളിൽ ലോകമെങ്ങും പടർന്നു പിടിച്ചിട്ടുണ്ട്. ഇത്തരം രോഗങ്ങൾക്ക് കാരണമാകുന്ന വൈറസ് പോലുള്ള സൂക്ഷ്മജീവികളെ നിയന്ത്രിക്കാൻ വാക്സിനുകൾക്ക് സാധിച്ചിട്ടുണ്ട്. മനുഷ്യനിൽ രോഗം വിതയ്ക്കുന്ന വൈറസ്, ബാക്ടീരിയ മുതലായ രോഗാണുക്കൾക്കെതിരെ നമ്മുടെ ശരീരത്തിൽ പ്രതിരോധശേഷി രൂപപ്പെടാൻ സഹായിക്കുന്ന വളരെ സുരക്ഷിതമായ കുത്തിവയ്പോ മരുന്നോ ആണ് വാക്സിനുകൾ. വൈറസ് ബാധയിലൂടെ കൂടുതൽ ആളുകൾക്ക് മരണകാരണമാകുന്ന പൊതുവെ സ്ത്രീകളിൽ കാണപ്പെടുന്ന ഒരു അർബുദമാണ് സെർവിക്കൽ ക്യാൻസർ അഥവാ ഗർഭാശയഗളാർബുദം. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് HPV അണുബാധയാണ് ഇതിനു പ്രധാന കാരണം. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിനിലൂടെ പൂർണ്ണമായും തടയാവുന്ന ഒരു രോഗമാണ് സെർവിക്കൽ ക്യാൻസർ. സ്വകാര്യ മേഖലയിൽ വലിയ തുക ഈടാക്കി നൽകുന്ന ഈ HPV വാക്സിൻ നമ്മുടെ സർക്കാർ സംവിധാനത്തിലൂടെ കൗമാരക്കാരായ പെൺകുട്ടികൾക്ക് പൂർണ്ണമായും സൗജന്യമായി നൽകി വരുന്ന ഒരു പദ്ധതി ഈ കഴിഞ്ഞ മാർച്ച് മാസം മുതൽ മെയ് 31 വരെ നടന്നു വരികയാണ്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ ഡ്രൈവിന്റെ കൂടുതൽ വിവരങ്ങളാകട്ടെ ഇന്നത്തെ സമകാലികത്തിൽ. എടുക്കാം HPV വാക്സിൻ, ചെറുക്കാം സെർവിക്കൽ ക്യാൻസറിനെ. ഇമ്മ്യൂണൈസേഷൻ അഥവാ രോഗപ്രതിരോധ കുത്തിവയ്പ്പ് എന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിൽ വളരെ വലിയ പങ്കാണ് വഹിക്കുന്നത്. വാക്സിനുകൾ അഥവാ പ്രതിരോധ കുത്തിവയ്പ്പുകൾ മാരക രോഗങ്ങളെ ചെറുക്കുന്നതിൽ വലിയ പങ്കുവഹിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുള്ളതുപോലെ രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ രോഗം വരാതെ സൂക്ഷിക്കുക എന്നുള്ളത്. അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രസക്തിയും. പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലെ കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ ഡോക്ടർ സുനിൽ PK. എന്താണ് ഇമ്മ്യൂണൈസേഷൻ എന്ന് ചോദിച്ചാൽ നമുക്ക് ഏറ്റവും ലളിതമായി പറയാൻ കഴിയുക മാരകമായ രോഗങ്ങൾക്കെതിരെ നമ്മുടെ ശരീരത്തിന് നൽകുന്ന ഒരു മുൻകൂർ സുരക്ഷാ കവചമാണ് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയാം. അതായത് നിർവീര്യമാക്കപ്പെട്ട രോഗാണുക്കളെയോ അല്ലെങ്കിൽ നിർജ്ജീവമായ ആ രോഗാണുക്കളുടെ ഘടകങ്ങളെയോ നമ്മൾ വാക്സിനുകൾ വഴി ശരീരത്തിലേക്ക് എത്തിക്കുന്നു. ഇത് ഇത്തരം രോഗാണുക്കൾക്കെതിരെ, ഇത്തരം രോഗങ്ങൾക്കെതിരെ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ ഉത്തേജിപ്പിക്കുകയും ഇങ്ങനെ ആൻറ്റിബോഡികൾ ഉണ്ടാകുന്നത് ഭാവിയിൽ ഇത്തരം രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോൾ അതിനെതിരെ പ്രതിരോധം സൃഷ്ടിക്കുന്നതിന്, അത്തരം മാരകമായ രോഗങ്ങളെ തടയുന്നതിന് നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നു. പലപ്പോഴും പലർക്കും ഉണ്ടാകുന്ന സംശയമാണ്, എന്തിനാണ് നമ്മൾ കൃത്യസമയത്ത് ഇത്ര വയസ്സിൽ ഇത്ര ഇടവേളകളിലൊക്കെ ഇത് നൽകേണ്ട ആവശ്യം എന്താണ്, ഇത് കുറച്ച് വൈകിയാൽ എന്താ കുഴപ്പം എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. നമുക്കറിയാം, കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് വലിയവരുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ കുഞ്ഞുങ്ങളുടെ രോഗപ്രതിരോധ ശേഷി തുലവും കുറവാണ്. മാത്രവുമല്ല, നിരവധി അസുഖങ്ങൾ ആ പ്രായത്തിൽ മാരകമായ നിരവധി അസുഖങ്ങൾ അവർക്ക് വന്നുപെടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു വിവിധ വാക്സിനേഷൻ ഷെഡ്യൂളുകളുണ്ട്. ഇപ്പോൾ നമുക്ക് ദേശീയ രോഗപ്രതിരോധ കുത്തിവയ്പ്പ് പട്ടികയുണ്ട്, നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ. അത് പ്രകാരം നമ്മൾ കൃത്യമായി ലോകാരോഗ്യ സംഘടന നിഷ്കർഷിച്ചിട്ടുള്ള ഒരു കുത്തിവയ്പ്പ് ഷെഡ്യൂളാണത്. അതിൽ കൃത്യമായി ഓരോ പ്രായവും ആ പ്രായത്തിൽ കുഞ്ഞിന് വന്നുപെടാൻ സാധ്യതയുള്ള മാരക രോഗങ്ങൾക്കെതിരായ കുത്തിവയ്പ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പലപ്പോഴും ഒരു വാക്സിൻ ഒറ്റ ഡോസല്ല, ഒന്നിലധികം ഡോസുകൾ അതിൻ്റെ ഷെഡ്യൂളിലുണ്ടാവും. കൃത്യമായി ആ ഇടവേളകളിൽ ആ വാക്സിനുകളെല്ലാം നൽകിയാലേ ആ മാരകമായ അസുഖത്തിൽ നിന്നും നമുക്ക് കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ കഴിയൂ. അപ്പോൾ ഇത്തരം കുത്തിവയ്പ്പുകൾ വൈകുന്നത് മൂലം ഈ മാരകമായ രോഗങ്ങൾ ആ കുട്ടിക്ക് വന്നുപെടാനുള്ള സാധ്യത വളരെയധികം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മളെല്ലാവരും വളരെയധികം ശ്രദ്ധയോടുകൂടി സമയം വൈകാതെ കൃത്യമായ ഇടവേളകളിൽ കൃത്യമായ സമയത്ത് തന്നെ ഇത്തരം വാക്സിനുകൾ കുഞ്ഞുങ്ങൾക്ക് നൽകാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ അതുപോലെ മറ്റ് പലർക്കും ഉണ്ടാകുന്ന വേറൊരു സംശയമാണ്, എന്തിനാണ് നമ്മൾ പലപ്പോഴും ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ, നമുക്ക് പറയാം നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ സൗജന്യമായി നിരവധി വാക്സിനുകൾ, മുമ്പ് പ്രൈവറ്റ് ആശുപത്രികളിൽ വളരെയധികം വില കൊടുത്ത് വാങ്ങേണ്ടി വന്നിരുന്ന പല വാക്സിനുകളും ഇപ്പോൾ സൗജന്യമായിട്ട് സർക്കാർ ആശുപത്രിയിൽ ലഭ്യമാണ്. നമുക്കിപ്പോൾ ഈ അടുത്തറിയുന്ന പോലെ ന്യൂമോകോക്കൽ വാക്സിൻ ആണെങ്കിലും റോട്ടാ വൈറൽ വാക്സിൻ ആണെങ്കിലും അതുപോലെ പെൻഡ വാക്സിൻ എല്ലാം നിരവധി വില കൂടിയ വാക്സിനുകൾ ഇപ്പോൾ മുമ്പ് പ്രൈവറ്റിൽ മാത്രം ലഭ്യമായിരുന്നോ ഇപ്പോൾ സർക്കാർ ആശുപത്രിയിൽ ലഭ്യമാണ്. അപ്പോൾ അതെല്ലാം എടുത്താൽ പോരെ, ഇനിയും മറ്റ് ഓപ്ഷണൽ വാക്സിൻസ് പുറത്തു നിന്ന് അഡീഷണൽ വാക്സിൻ ഇനിയും ലഭ്യമാണ്. അത് കുഞ്ഞിന് കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ള സംശയം പലപ്പോഴും പലർക്കും ഉണ്ടാവാറുണ്ട്. തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സർക്കാർ ആശുപത്രികളിൽ ഒട്ടുമിക്കവാറും വാക്സിനുകൾ ഇപ്പോൾ ലഭ്യമാണ്. എങ്കിൽ പോലും ഇപ്പോഴും നമുക്കറിയാം, ഇൻഫ്ലുവൻസ വാക്സിൻ ആണെങ്കിലും ചിക്കൻ ബോക്സ് വാക്സിൻ, ഇങ്ങനെ പല വാക്സിനുകളും
പ്രൈവറ്റ് ആശുപത്രിയിൽ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. അത് നൽകണോ എന്നുള്ളത് ഇപ്പോൾ നമ്മളൊരു ഓപ്ഷണൽ വാക്സിൻ എന്ന് പറയും, ഒരു ഓപ്ഷൻ നിങ്ങളുടേതാണ്. അതായത് നമുക്ക് സാമ്പത്തിക സ്ഥിതി നമ്മുടെ നല്ലതാണ് എങ്കിൽ തീർച്ചയായും അത്തരം വാക്സിനുകൾ കുട്ടികൾക്ക് ആ സമയക്രമം അനുസരിച്ച് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഭാവിയിൽ വളരെ ഗുരുതരമായി തീർന്നേക്കാവുന്ന അസുഖങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ളതാണ് നമ്മൾ ഈ പറഞ്ഞ പല അസുഖങ്ങളും. അതുകൊണ്ട് നമ്മുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച് അത്തരം വാക്സിനുകൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് തന്നെയാണ് ഉത്തമം. ഇപ്പോൾ ഈ സാഹചര്യം നമുക്കറിയാം. ഇപ്പോൾ ഒരു HPV വാക്സിൻ, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് സർവൈക്കൽ ക്യാൻസർ അഥവാ ഗർഭാശയ ദള ക്യാൻസറിനെതിരെയുള്ള കുത്തിവയ്പ്പ് ഒരു സ്പെഷ്യൽ ക്യാമ്പയിൻ നടക്കുന്ന സമയമാണ്. അതിനും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 13-14 വയസ്സിലാണ് ആ വാക്സിൻ നൽകാൻ പറയുന്നത്. ആ സമയക്രമവും ആ ഒരു കൃത്യമായിട്ടുള്ള പ്രായപരിധിയും എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രായത്തിൽ, ഈ കൗമാരപ്രായത്തിൽ ഈ വാക്സിൻ നൽകുമ്പോൾ ഏറ്റവും അധികം ആൻറ്റിബോഡി പ്രൊഡക്ഷൻ നടക്കാൻ സാധ്യത ഏറ്റവും കൂടുതൽ ഈ സമയത്താണ്. മാത്രമല്ല ഈ വൈറസുമായി സമ്പർക്കമുണ്ടാവാനുള്ള സാധ്യത ഏത് പ്രായത്തിലാണോ അതിനു മുമ്പ് തന്നെ ഈ വാക്സിൻ എടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പ്രായപരിധി ഇതിന് നിശ്ചയിച്ചിട്ടുള്ളത്. തീർച്ചയായും നമ്മളെല്ലാവരും, മാതാപിതാക്കളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഏറ്റവും കരുതലും സ്നേഹവും എല്ലാം നൽകുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണ്. അപ്പോൾ അവരുടെ ആരോഗ്യ സുരക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരം വാക്സിനുകൾ കൃത്യസമയത്ത് കൃത്യമായ ഇടവേളകളിൽ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രൈമറി വാക്സിനേഷൻ, അത് കഴിഞ്ഞ് ബൂസ്റ്റർ ഡോസുകൾ. ഇപ്പോൾ ജനന സമയത്ത് തുടങ്ങുന്ന വാക്സിനേഷൻ നമ്മളൊരു നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ അനുസരിച്ച് 16 വയസ്സിൽ നമ്മൾ നൽകുന്ന TD രണ്ടാമത്തെ ബൂസ്റ്ററിലാണ് പൂർത്തിയാവുന്നത്. അപ്പോൾ തീർച്ചയായും കൃത്യമായി കുഞ്ഞുങ്ങൾക്ക് വാക്സിനുകൾ നൽകുക, അവരെ സുരക്ഷിതരാക്കുക. HPV വാക്സിൻ പെൺകുഞ്ഞുങ്ങൾക്ക് നൽകാവുന്ന വലിയ സുരക്ഷയാണ്. ആലങ്ങാട് കോട്ടപ്പുറം സ്വദേശിനിയായ ലഹര നവാസ്. ഞാനൊരു അധ്യാപികയാണ്. എനിക്ക് 2 പെൺകുട്ടികളാണുള്ളത്. മൂത്ത മകൾക്ക് ഈ അടുത്തിടെ 15 വയസ്സ് പൂർത്തിയായി. അവൾക്ക് ആ 14 വയസ്സ് കഴിഞ്ഞും 15 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പുമാണ് ഗർഭാശയകള ക്യാൻസറിനെതിരായിട്ടുള്ള HPV വാക്സിനേഷൻ എടുക്കണം എന്ന ആശാ വർക്കറുടെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ കരിമാലൂർ പഞ്ചായത്തിലെ ആരോഗ്യ കേന്ദ്രത്തിൽ ചെന്നത്. അവിടുത്തെ ആ ഉദ്ഘാടന വേളയിൽ തന്നെ മകൾക്ക് ഈ വാക്സിനേഷൻ ലഭിക്കുകയുണ്ടായി. ഈ വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞ പിന്നെ അവൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പനിയോ കാര്യങ്ങളോ ഉണ്ടാവോ എന്ന് പറഞ്ഞിരുന്നെങ്കിലും അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ആകെ ഉണ്ടായിരുന്നത് ആ എടുത്ത കൈക്ക് കുറച്ച് വേദന ഉണ്ടായിരുന്നത് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇത്തരത്തിലൊരു പ്രതിരോധ കുത്തിവയ്പ്പ് ആരോഗ്യ മേഖല കണ്ടെത്തിയത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ സാധാരണയായി സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു രോഗമാണ് ഗർഭാശയകള ക്യാൻസർ. അതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു കണ്ടുപിടുത്തം ഇനി വരുന്ന ഒരു തലമുറയിൽപ്പെട്ട പെൺകുട്ടികൾക്ക് കൂടി ഒരു സുരക്ഷിതത്വം നൽകുന്നു എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. HPV വാക്സിൻ വിതരണത്തെക്കുറിച്ച് വിവരിക്കുകയാണ് എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസിലെ റിപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് വിഭാഗം ഡെപ്യൂട്ടി DMO ഡോക്ടർ രശ്മി MS. നമ്മുടെ രാജ്യത്ത് മാർച്ച് മാസം മുതൽ മെയ് മാസം വരെ 3 മാസത്തെ കാലയളവിൽ നിലവിൽ നടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാക്സിനേഷൻ ക്യാമ്പയിനാണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിനേഷൻ ക്യാമ്പയിൻ അഥവാ HPV വാക്സിനേഷൻ ക്യാമ്പയിൻ. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്നത് സ്ത്രീകളിൽ ഗർഭാശയ ഗള ക്യാൻസർ ഉണ്ടാക്കുന്ന ഒരു വൈറസാണ്. ലോകത്തിലെ കണക്കെടുത്താൽ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ക്യാൻസർ എന്ന് പറയുന്നത് മാറിടത്തിലുണ്ടാകുന്ന ബ്രസ്റ്റ് ക്യാൻസറാണ്. 2ാം സ്ഥാനം ഗർഭാശയ ഗള ക്യാൻസറാണ്. നമ്മുടെ ഗർഭാശയത്തിൻ്റെ ഏറ്റവും താഴത്തെ യോനിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഭാഗമാണ് ഗർഭാശയ ഗളം. ഈ ഒരു ഭാഗത്ത് ഉണ്ടാകുന്ന ഒരു ക്യാൻസറാണ് ഗർഭാശയ ഗള ക്യാൻസർ. 75% ഈ ഒരു ക്യാൻസർ രോഗബാധിതർക്ക് മരണം സംഭവിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ക്യാൻസറിൻ്റെ പ്രത്യേകത. വൈറസ് ബാധ മൂലം ഉണ്ടായേക്കാവുന്ന ക്യാൻസറുകളിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ക്യാൻസറാണ് ഗർഭാശയ ഗള ക്യാൻസർ. നമ്മുടെ രാജ്യത്ത് ഓരോ വർഷവും ഏകദേശം 1.25 ലക്ഷത്തോളം സ്ത്രീകൾക്ക് ഗർഭാശയ ഗള ക്യാൻസർ ഉണ്ടാകുന്നു എന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. ക്യാൻസറിനെതിരെയുള്ള പലവിധ പ്രവർത്തനങ്ങളും ലോകത്തെമ്പാടും നടന്നു വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായി തന്നെ നമ്മുടെ രാജ്യത്ത് ഫെബ്രുവരി മാസം 28-ാം തീയതി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഒരു ക്യാമ്പയിനാണ് HPV വാക്സിനേഷൻ ക്യാമ്പയിൻ. ഈ ക്യാമ്പയിനിന്റെ ഉദ്ദേശം ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ബാധ മൂലം ഉണ്ടായേക്കാവുന്ന ഗർഭാശയ ഗള ക്യാൻസറിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. 14 വയസ്സ് പൂർത്തിയായതും 15 വയസ്സ് വരെ അല്ലെങ്കിൽ 15 വയസ്സും ഏകദേശം 3 മാസത്തിനുള്ളിലും വരെയുള്ള പെൺകുട്ടികളെയാണ്
ഈ ഒരു ക്യാമ്പയിനിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വൈറസ് ബാധ മൂലം ഉണ്ടാകുന്ന ഒരു ക്യാൻസർ ആയതുകൊണ്ട് തന്നെ ഈ ക്യാൻസറിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ള രീതിയിൽ വർഷങ്ങളായിട്ടുള്ള ഗവേഷണം നടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വാക്സിനാണ് ഈ ഒരു ക്യാൻസർ പ്രതിരോധത്തിന് ഫലവത്തായിട്ടുള്ള ഒരു മാർഗം എന്ന് വർഷങ്ങൾക്ക് മുന്നേ തന്നെ കണ്ടെത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ പാശ്ചാത്യ രാജ്യങ്ങളിൽ തന്നെ വർഷങ്ങൾക്ക് മുന്നേ തന്നെ തുടങ്ങി വെച്ച ഒരു വാക്സിനാണ് HPV വാക്സിൻ. നിലവിൽ നമ്മുടെ രാജ്യത്തും ഈ ഒരു വാക്സിൻ വർഷങ്ങളായി സ്വകാര്യ മേഖലകളിൽ ലഭ്യമാണ്. കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിൽ ഓപ്ഷണൽ വാക്സിൻസ് ആയിട്ട് ഈ ഒരു വാക്സിൻ കൊടുത്തു വരുന്നുണ്ട്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, പലതരത്തിലുള്ള വൈറസുകളുണ്ട്. അതിൽ 16, 18, 6, 11 എന്നീ വകഭേദങ്ങളിൽ ഉള്ള വൈറസുകളാണ് ഗർഭാശയകള ക്യാൻസർ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത്. ഈ 4 വൈറസ് ബാധകളെയും പ്രതിരോധിക്കാൻ ഉതകുന്ന ഒരു ക്വാഡ്രിവാലന്റ് വാക്സിൻ, അതായത് 4 ഘടകങ്ങൾക്ക് എതിരെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരു വാക്സിനാണ് മെർക്സ് എന്ന് പറയുന്ന ഒരു ലോകോത്തര കമ്പനി ഉണ്ടാക്കിയെടുത്ത ഒരു വാക്സിനാണ് ഗാർഡാസിൽ വാക്സിൻ. ഈ ഒരു വാക്സിനാണ് നിലവിൽ ഈ ഒരു ക്യാമ്പയിൻ മുഖാന്തരം കൊടുത്തു വരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സ്വകാര്യ മേഖലകളിൽ അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രികളിൽ 4000 മുതൽ 6000 വരെ രൂപ ഒരു വാക്സിൻ ഈടാക്കുന്ന അതേ വാക്സിൻ തന്നെയാണ് കേന്ദ്ര സർക്കാർ രാജ്യത്തെമ്പാടുമുള്ള 14 വയസ്സ് പൂർത്തിയായ 15 വയസ്സും 90 ദിവസത്തിനും ഇടയിലുള്ള പെൺകുട്ടികൾക്കായി തികച്ചും സൗജന്യമായി നൽകി വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം ഒരു സുവർണാവസരമായിട്ട് കണക്കാക്കുകയും ഇത് പാഴാക്കാതെ നമ്മുടെ പെൺകുട്ടികൾക്ക് നമ്മൾ നൽകേണ്ടതാണ്. ഇതൊരു ഒറ്റ ഡോസ് വാക്സിൻ ക്യാമ്പയിനാണ്. സർക്കാർ മേഖലകളിൽ ഇതുവരെ നൽകിയിട്ടില്ലാത്ത ഒരു വാക്സിൻ ക്യാമ്പയിൻ എന്നുള്ള രീതിയിൽ പ്രഖ്യാപനം വരുമ്പോൾ സ്വാഭാവികമായിട്ടും മാതാപിതാക്കൾക്ക് ഒത്തിരിയേറെ ആശങ്കകളുണ്ട്. ഇപ്പോൾ കോവിഡ് വാക്സിൻ എന്ന് പറയുന്ന ഒരു പുതിയ വാക്സിൻ വന്നപ്പോൾ അതിനേറെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള പലതരം കാര്യങ്ങളും നമ്മൾ വാർത്തകളിലൂടെയും നമ്മുടെ ഇടയിൽ നിന്നും ഒക്കെ ഒരുപാട് ചർച്ചാ വിഷയമായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ HPV വാക്സിനേഷൻ ക്യാമ്പയിന്റെ പ്രഖ്യാപനം നടക്കുന്ന സമയത്ത് പലതരത്തിലുള്ള ആശങ്കകൾ മാതാപിതാക്കൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോവിഡിൽ നിന്നും വ്യത്യാസമായി സെർവൈക്കൽ ക്യാൻസർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പുതിയ അസുഖമല്ല. സെർവൈക്കൽ ക്യാൻസറിനെതിരായിട്ടുള്ള വാക്സിൻ ഒരിക്കലും ഒരു പുതിയ വാക്സിനുമല്ല. ഇത് വർഷങ്ങളായി തന്നെ രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിലും നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും എല്ലാ ജില്ലകളിലും സ്വകാര്യ ആശുപത്രികളിൽ 4000 മുതൽ 6000 വരെ രൂപയിൽ കൊടുത്തു വരുന്ന ഒരു വാക്സിൻ തന്നെയാണ്. അതേ വാക്സിൻ തികച്ചും സൗജന്യമായി കുട്ടികൾക്ക് കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആശങ്കകൾക്ക് യാതൊരു വഴിയുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അടുത്ത വർഷം മുതൽ നമ്മുടെ റുട്ടീൻ വാക്സിനേഷൻ ഷെഡ്യൂളിൽ, അതായത് സർക്കാർ മേഖലകളിൽ കൊടുത്തു വരുന്ന വാക്സിനേഷൻ സമയക്രമങ്ങളിൽ 14 വയസ്സ് ഉൾപ്പെടുത്തുകയും എല്ലാ കുട്ടികൾക്കും നൽകുന്നതിനുമാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ഒരു വാക്സിൻ കിട്ടുക എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ 2 കൈകളും നീട്ടി സ്വീകരിക്കേണ്ട ഒന്നാണ്. അതിൽ ആശങ്കകൾ കലർത്തി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്ന ഈ ഒരു അവസരം പാഴാകാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. 14 വയസ്സ് പൂർത്തിയായ പെൺകുട്ടികളുള്ള മാതാപിതാക്കൾ തീർച്ചയായും നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഗവൺമെന്റ് ആശുപത്രിയുമായി ബന്ധപ്പെടുക. നിങ്ങളുടെ വീട്ടിൽ വരാറുള്ള പൊതുജനാരോഗ്യ വിഭാഗം ജീവനക്കാരായ GPH, GHI, ആശാ വർക്കർമാർ ഇവരോടെല്ലാം നിങ്ങൾക്ക് ബന്ധപ്പെടാം. നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള സർക്കാർ ആരോഗ്യ സ്ഥാപനത്തിൽ നിന്നും വാക്സിൻ എടുക്കേണ്ട തീയതിയും സമയവും നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതും അന്നേ ദിവസം കൃത്യമായ കുഞ്ഞിനെ അവിടെ കൊണ്ടെത്തിക്കുക. ഈ ക്യാമ്പയിന് പൂർണ്ണമായും നമ്മളൊരു പിന്തുണ നൽകണം. നിങ്ങളുടെ കുട്ടിക്ക് നൽകാവുന്ന ഏറ്റവും വലിയൊരു സമ്മാനമായ ക്യാൻസറിൽ നിന്നുള്ള പ്രതിരോധം കുട്ടിക്ക് നൽകുന്നതിന് ഓരോ മാതാപിതാക്കളും മുന്നോട്ട് വരിക എന്ന് മാത്രമാണ് അറിയിക്കാനുള്ളത്. മെയ് 31 അവസാനിക്കുന്ന HPV വാക്സിൻ ക്യാമ്പയിനെ കുറിച്ച് എറണാകുളം ജില്ലാ കളക്ടർ G. പ്രിയങ്ക. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രിയങ്ക, ജില്ലാ കളക്ടർ എറണാകുളം. സെർവിക്കൽ ക്യാൻസറാണ് ഇസ് ദ സെക്കൻഡ് ബിഗ്ഗസ്റ്റ് കോസ് ഓഫ് ക്യാൻസർ അമോങ് വിമൻ. അതിന്റെ ഒരു പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് 14 വയസ്സുള്ള പെൺകുട്ടികൾക്ക് HPV വാക്സിനേഷൻ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിന്റെ ഭാഗമായിട്ട് നടത്തിക്കൊണ്ടുവരികയാണ്. ഫെബ്രുവരി 28 തീയതിയാണ് ഇത് തുടങ്ങിയിട്ടുള്ളത്. മെയ് 31 ഇത് അവസാനിക്കാൻ പോവുകയാണ്. സോ അതുകൊണ്ട് തന്നെ 14 വയസ്സുള്ള പെൺകുട്ടികളുടെ എല്ലാ രക്ഷിതാക്കളും തീർച്ചയായിട്ടും അടുത്ത ഹെൽത്ത് സെന്ററുകളിൽ രജിസ്റ്റർ ചെയ്യണം. അതേമാതിരി നമുക്ക് യുവിൻ പോർട്ടലിൽ കൂടെ ഓൺലൈനായിട്ട് അപ്പോയിന്റ്മെന്റ് ഈ വാക്സിനേഷൻക്ക് വേണ്ടി എടുക്കാൻ പറ്റും. ഈ ഒരു ചെറിയ ഒരു ഷോർട്ട് ഒരു വാക്സിനേഷനിൽ തന്നെ നമ്മുടെ ഒരു ജീവിതം
വളരെ സുഗമമായിട്ട് ഈ ക്യാൻസറുടെ ബാധ്യത ഇല്ലാതെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ എല്ലാ 14 വയസ്സിന്റെ പെൺകുട്ടികളുടെ രക്ഷിതാക്കളും ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. ഇനി കുറച്ച് ദിവസം നമുക്ക് ബാക്കിയുള്ളൂ. മെയ് 31 തീർച്ചയായിട്ടും എല്ലാ രക്ഷിതാക്കളും അടുത്തുള്ള ഹെൽത്ത് സെന്ററിനെ സന്ദർശിക്കണം. ഇല്ലെങ്കിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് തീർച്ചയായിട്ടും ഈ ഒരു വാക്സിൻ എടുക്കാൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. നന്ദി. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് മൂലമുള്ള ക്യാൻസർ കേസുകളുടെ എണ്ണം വർഷം തോറും വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ HPV പ്രതിരോധ കുത്തിവയ്പ്പിന്റെ പ്രസക്തി ഏറുകയാണ്. സാമൂഹ്യാരോഗ്യത്തിന് മുൻതൂക്കം നൽകുന്ന ഒരു ജനത എന്ന നിലയിൽ ഈ മെയ് 31 വരെ സൗജന്യമായി ലഭ്യമാകുന്ന ഈ കുത്തിവയ്പ് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന എല്ലാവരും സ്വീകരിക്കേണ്ടത് പൊതു ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. ഇതിനെതിരെ പരക്കുന്ന സംശയങ്ങളെയും ആശങ്കകളെയും ദൂരീകരിച്ച് ആവശ്യമായ അവബോധം നൽകുക എന്നത് ബന്ധപ്പെട്ട വകുപ്പുകളുടെയും സംവിധാനത്തിന്റെയും ഉത്തരവാദിത്തമാണ്. അങ്ങനെ ഭാവിയിൽ വലിയ വെല്ലുവിളിയായേക്കാവുന്ന സെർവിക്കൽ ക്യാൻസർ എന്ന അർബുദവില്ലനെ വലിയ പരിധിവരെ മാറ്റി നിർത്താൻ നമുക്കാകട്ടെ. എടുക്കാം HPV വാക്സിൻ, ചെറുക്കാം സെർവിക്കൽ ക്യാൻസറിനെ. നിർവഹണം റിയാസ് കളപ്പുരയിൽ. സഹകരണം ഷൈജി ടോണി. അവതരണം ആകാശവാണി കൊച്ചി FM 102.3.